റോജായ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. UDF പോലും ഒപ്പം നിർത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന പാർട്ടി. പക്ഷേ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പൊന്നും വില ഉണ്ടായിരുന്ന പാർട്ടി, അതെ പൊന്നും വില ഉണ്ടായിരുന്ന പാർട്ടി ഇപ്പൊ പൂജ്യത്തിലെത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി? അതായത് 1964 കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പ്രാദേശിക പാർട്ടി എന്നുള്ള രൂപമാണ്. അതിനുശേഷം അത് ഒരുപാട് പിളർപ്പും ലയനങ്ങളും ഒക്കെ നടത്തി ഒരു പരുവത്തിലായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കേരള കോൺഗ്രസ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതായത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സംരക്ഷകനും ഇതിൻ്റെ നേതാവും ഒക്കെ ആയിരുന്ന KM മാണിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ 12 സീറ്റ് മത്സരിച്ച് 2021 12 സീറ്റ് മത്സരിച്ച് 5 സീറ്റ് കിട്ടിയ പാർട്ടി ഇന്നിപ്പോൾ 12 സീറ്റ് മത്സരിച്ച് 12ഉം തോറ്റുപോയി നിൽക്കുകയാണ്. അപ്പം ഇതിന് തൊട്ട് മുമ്പാണ് മാണി ഗ്രൂപ്പ് കോൺഗ്രസിലേക്ക് UDF വരാൻ ചില അണിയറ നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് ഫലവത്തായില്ല. കാരണം ഫലവത്താകാതിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ റോഷി അഗസ്റ്റിനും റാന്നിയിലെ MLA ആയ പ്രമോദ് നാരായണനും ഈ LDF വിടാൻ തയ്യാറല്ല എന്ന് പറയുകയും അതിനകത്ത് വലിയ ഭൂകമ്പം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതിനകത്തുണ്ടായ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, ജോസ് കെ മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, പിതാവിന്റെ കാലടിപ്പാതകൾ പിന്തുടർന്ന് വന്ന ആ ഒരു നേതാവിന് ഈ അണികളുടെ ഇടയിൽ ഒരു വിശ്വാസ്യത സൃഷ്ടിക്കാനോ ഒരു നേതാവെന്ന നിലയിലേക്ക് ഉയരാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കർഷകരുടെ പാർട്ടിയാണെന്ന് പറയുന്നത്, കർഷകരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഏറ്റെടുക്കാൻ ഈ കഴിഞ്ഞ 5 വർഷം ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം, കാർഷിക വിളകളുടെ വിലക്കുറവ്, റബ്ബറിന്റെ വിലക്കുറവ്, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു ഈ കേരള കോൺഗ്രസ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതെപ്പോഴും ഒരു പാർട്ടി എന്നുള്ളതിൽ അതിന് കോട്ടയത്ത് മാത്രം കറങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് എന്ന് ഒരു സങ്കല്പം, അവർ ഒരു രാഷ്ട്രീയ ശക്തി പോലും അല്ലാതായി എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ്. അതായത് മാണി 52 വർഷം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന പാലാ നിയോജകമണ്ഡലം കഴിഞ്ഞ 2 തവണയായിട്ട്, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റപ്പം മുതൽ തന്നെ ഏതാണ്ട് 3 തവണയായിട്ട് മാണിയുടെ പിൻഗാമി എന്ന് പറയുന്ന ജോസ് കെ മാണിക്ക് അവിടെ ജയിപ്പിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം വരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നഷ്ടപ്പെടും. അങ്ങനെ എല്ലാ തരത്തിലും പാലായിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഭാവി എന്താകും? അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അന്തഛിദ്രങ്ങൾ വർദ്ധിക്കാനാണ് വളരെ സാധ്യത കൂടുതൽ. കാരണം ജോസ് കെ മാണിയുടെ നേതൃത്വം അംഗീകരിക്കാൻ ഇനി ഇതിനകത്ത് എത്ര പേര് തയ്യാറാവും? കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുള്ള ജയിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ പലരും തയ്യാറാകത്തില്ല. അപ്പൊ അതാണ് ഒരു ശേഷി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇപ്പൊ തൊട്ടിപ്പുറത്ത് അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായ ജോസഫിന് 7 സീറ്റ് അവരേതാണ്ട് ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ തന്നെ എല്ലാ സീറ്റിലും അവർ ജയിച്ച ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ മാണിയുടെ പാർട്ടിക്കകത്ത് ഇനി അന്തഛിദ്രങ്ങൾ വർദ്ധിക്കാനാണ് സാധാരണഗതിയിൽ ഈ കേരള കോൺഗ്രസിന്റെ ഒരു സംസ്കാരം അനുസരിച്ച് ഒരു കേരള കോൺഗ്രസിന് വേറെ കേരള കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു പൊതു സംസ്കാരമാണത്. അപ്പൊ ഇനി മാണി ഗ്രൂപ്പിനകത്തുനിന്ന് അധികാരം ഇപ്പുറത്തായതുകൊണ്ട് ഇങ്ങോട്ട് ഒലിച്ചു വരാനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് തന്നെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളാണ് ഇവരുടെ വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ക്രൈസ്തവ സഭകൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് അകന്നു. അത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ. അത് തന്നെ അവരുടെ വോട്ട് ബാങ്കുകളിനകത്ത് വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടാകുന്നു. അതിലുപരി തന്നെ ഈ നേതാവിന്, ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവിന് വലിയൊരു വിശ്വാസ തകർച്ചയുണ്ട്. അദ്ദേഹത്തിന് പല വിഷയങ്ങളും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, ഒരു നേതാവിനുള്ള യാതൊരുവിധ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ ആക്ഷേപം ആ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. മാണി ഒരു വിധത്തിൽ കൊണ്ടു നടന്ന ഒരു സംവിധാനത്തെയാണ് മകന്റെ കയ്യിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇത്തവണ ജോസ് KM മാണിയുടെ വീടിരിക്കുന്ന വാർഡ് പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ പാലായിലെ പല പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ഉണ്ടായത്. അവരുടെ സ്ഥാനാർത്ഥി 1 ലക്ഷം വോട്ടിനാണ് തോറ്റുപോയത്. അപ്പം ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ ഇനി കരകയറുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ്. അതിന് ആ കടമ്പകൾ കടന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ അതാണ് കാരണം ഇത് ഏതെങ്കിലും മുന്നണിയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ പാർട്ടികൾക്ക് ശക്തിയുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ ഉദാഹരണത്തിന് ജോസഫിന് ഈ പറയത്തക്ക ഒരു ശക്തിയും ഇല്ല. ഈ കേരള കോൺഗ്രസുകളുടെ എല്ലാ അവസ്ഥ ഇതാണ്. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. കാരണം രണ്ടുപേരും ഒരേ സംസ്കാരത്തിന്റെ ഭാഗങ്ങളായതുകൊണ്ട് തന്നെ അവരെപ്പോഴും കോൺഗ്രസിനോട് നിൽക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ശക്തിയുള്ളത്. അല്ലാത്തപ്പോഴൊന്നും അവരുടെ ശക്തി കാണാൻ. ഇപ്പൊ തന്നെ ഈ
നമ്മൾ ഈ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ഇത്രയും സീറ്റ് പിടിക്കാൻ കാരണം എന്താ? കോൺഗ്രസിന്റെ വിശാലമായ ഒരു ബേസ് ഉണ്ട്. ആ ബേസിലാണ് ഇവരൊക്കെ പറ്റിക്കൂടി നിൽക്കുമ്പോഴാണ് ഇവര് ജയിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് ശക്തമാകുമ്പോൾ മാത്രമേ ഈ ഘടകകക്ഷികൾക്ക് ശക്തമാകാൻ കഴിയാറുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ജോസഫിനെ സംബന്ധിച്ചുള്ള ബമ്പർ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. 7 സീറ്റിൽ മത്സരിച്ചു, 8 സീറ്റിൽ മത്സരിച്ചു, ഏതാണ്ട് 8 സീറ്റിൽ ജയിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ തൃശ്ശൂർ ജില്ലയിൽ മത്സരിച്ച ഈ ഉണ്ണിയാണനും ഉൾപ്പെടെ ഇരിങ്ങാലക്കുട ജയിച്ചിരിക്കുന്നു. അതുപോലെ ബാക്കി സീറ്റുകളൊക്കെ അവർ കോട്ടയം ജില്ലയിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒക്കെയാണ് അവർ മത്സരിച്ചത്. അപ്പൊ ആ സീറ്റുകളൊക്കെ തന്നെ അവർ ജയിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 8 സീറ്റാണ് മത്സരിച്ച്, അതിനകത്ത് 7 ജയിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മാണിക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? ജോസ് കെ മാണിക്ക് ഈ മുന്നണി ഈ പാർട്ടിയെ LDF നിന്നുകൊണ്ട് കൊണ്ടുവരാൻ കഴിയും. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇനി UDF കയറുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. കാരണം ജോസഫ് അവിടെ ശക്തിയായിട്ട് നിൽക്കുന്നു. ജോസഫിനെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അവിടോട്ടൊന്നും ഇനിയും വരവ് നടക്കും. തന്നെയല്ല, 101 സീറ്റ് കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഇനി ആർക്ക് വേണം? KM മാണിയെ വേണം. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ട്രൈ ചെയ്തിട്ട് വരാൻ വിസമ്മതം പ്രകടിപ്പിച്ച ആളാണ് ജോസ് കെ മാണി. അപ്പം ഇനി ജോസ് കെ മാണിക്ക് സ്വന്തം അസ്തിത്വം ഏതെങ്കിലും തരത്തിൽ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം 62, 63 വയസ്സായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഇനിയും പാർട്ടിയെ 1 എന്ന് പറഞ്ഞ് 0-ൽ നിന്ന് ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളൊരു വലിയ സംശയങ്ങൾ നിൽക്കാം. കാരണം അതിനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോ രാഷ്ട്രീയ പിൻബലമോ ജോസ് കെ മാണിക്ക് ഇല്ല എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും ജോസ് കെ മാണിയുടെ ഭാവി എന്നുള്ളത് വലിയ സംശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് കോട്ടയം ജില്ലയിലുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇനി വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം CPM പോലും കോട്ടയം ജില്ലയിൽ തകർന്നടിഞ്ഞിരിക്കുമോ? അവിടെ പിന്നെ ജോസ് കെ മാണിക്ക് എവിടെയാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഒരു സാധ്യതയില്ല. 25 വർഷം കേരള നിയമസഭയിൽ അംഗമായിരുന്ന റോഷി അഗസ്റ്റിൻ ദയനീയമായി ഈ 20-25 വോട്ടിന് തോറ്റുപോയി. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് 25 വർഷം തികച്ച ഏതാണ്ട് 3 പേരാണ് LDF ഭാഗമായി നിന്ന 3 പേരാണ് പൂർണ്ണമായി തകർന്നു പോയിട്ട്. 1 റോഷി അഗസ്റ്റിൻ, 2 കോവൂർ കുഞ്ഞുമോൻ, 3 എന്ന് പറയുന്നത് KB ഗണേഷ് കുമാർ. ഈ 3 പേരും LDF ഭാഗമായി നിന്ന് 25 വർഷം പൂർത്തിയാക്കിയ 3 പേരുമാണ് തോറ്റുപോയി. പിന്നെ കഴിഞ്ഞ കേരള നിയമസഭയിൽ 5 പേരാണ് 25 വർഷം പൂർത്തിയാക്കി. അതിൽ 2 പേര് മാത്രമാണ് വീണ്ടും നിയമസഭയിലേക്ക് വരുന്നത്. ഒന്ന് VD സതീശനും മറ്റൊരാൾ AP അനിൽകുമാറുമാണ്. അങ്ങനെ ഈ 2 ഇപ്പോൾ കേരള നിയമസഭയിൽ ഏറ്റവും സീനിയർ MLA-മാരിൽ 2 പേരായിട്ട് അവർ മാറുകയാണ്. അങ്ങനെ 2-3 പേരാണ് 30 വർഷമൊക്കെ തികച്ചിരിക്കുന്ന ആൾക്കാരുള്ളൂ. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള 1-2 പേര് മാത്രമാണ് 30-35 വർഷം തികച്ചിരിക്കുന്ന നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 25 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു വന്ന 3 നേതാക്കളാണ് നിയമസഭ കാണാതെ പുറത്തു പോകുന്നത് എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട്.